ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല.
നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുമോ ഇല്ലയോ എന്നതാണ് പ്രധാനം. സ്വർഗത്തിൽ ഒരു സ്ഥാനം ലഭിക്കുന്നയാൾ ലോകത്തിലെ എല്ലാ മനുഷ്യരെക്കാളും വലിയവനും അനുഗ്രഹീതനുമാണ്. ലോകത്ത് നിങ്ങൾ എങ്ങനെയിരുന്നാലും എങ്ങനെ ജീവിച്ചാലും പ്രശ്നമില്ല. നിങ്ങൾ ഒരു യാചകനായി ജീവിച്ചാലും തെറ്റില്ല. എന്നാൽ നിങ്ങൾക്ക്